بسم الله الرحمن الرحيم. قال آمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر فلأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم في جذوع النخل ولتعلمن أينا أشد عذابا وأبقى. قالوا لن نؤثرك على ما جاءنا من البينات والذي فطرنا فاقض ما أنت قاض إنما تقضي هذه الحياة الدنيا إنا آمنا بربنا ليغفر لنا خطايانا وما أكرهتنا عليه من السحر والله خير وأبقى. إنه من يأت ربه مجرما فإن له جهنم لا يموت فيها ولا يحيا ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى جنات عدن تجري من تحتها الأنهار خالدين فيها وذلك جزاء من تزكى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ ബദം 1003 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 72 മുതൽ 76 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ ലൻ നു'സിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ ഫഖ്ദി മാ അൻത ഖാദ് إنما تقضي هذه الحياة الدنيا إنا آمنا بربنا ليغفر لنا خطايانا وما أكرهتنا عليه من السحر والله خير وأبقى. إنه من يأت ربه مجرما فإن له جهنم لا يموت فيها ولا يحيا ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى جنات عدن تجري من تحتها الأنهار خالدين فيها وذلك جزاء من تزكى. الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 72 മുതൽ 76 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഫറോവയുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് മൂസ അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് സിഹർ മാത്രമാണ് എന്ന് തെളിയിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാഹിറുകളെ വിളിച്ചുകൂട്ടി പൊതുമൈതാനത്ത് ഉത്സവ നാളിൽ സാഹിറുകളുടെയും മൂസ അലൈഹിസ്സലാമിന്റെയും പ്രകടനം
കാഴ്ചവെക്കുകയാണ്, അതിനുള്ളൊരു അവസരം ഒരുക്കുകയാണ് ഉണ്ടായത്. സാഹിറുകളുടെ വടികളും കയറുകളും ഒക്കെ തറയിലിട്ട് അവ പാമ്പായി ഇഴഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ കാണപ്പെട്ടപ്പോൾ, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വടി തറയിലിടുകയും അതൊരു അത്യുഗ്രൻ സർപ്പമായി രൂപമെടുത്ത് വരികയും ചെയ്തു. ആ സർപ്പത്തിന്റെ സാന്നിധ്യത്തിൽ സാഹിറുകളുടെ കയറുകളും വടികളും ഒക്കെ പാമ്പായി ഇഴഞ്ഞു നടന്നത് തീർത്തും നിഷ്പ്രഭമായി അവ വടികളും കയറുകളുമായിട്ട് തന്നെ കാണപ്പെടുന്ന അവസ്ഥയുണ്ടായി. അല്ലെങ്കിൽ അവയൊക്കെ മൂസ അലൈഹി ഇസ്ലാമിന്റെ സർപ്പം വിഴുങ്ങിക്കളഞ്ഞു. ഇങ്ങനെ ഒരു പരിണിതിയാണ് ആ പൊതു മൈതാനിയിൽ വെച്ചുകൊണ്ട് നടന്ന ആ മത്സരത്തിൽ, മാറ്റുരയ്ക്കലിന് സംഭവിച്ചത്. അതിനെ തുടർന്ന് സാഹിറുകളൊക്കെ തന്നെ മൂസ അലൈഹിസ്സലാമിന്റെയും ഹാറൂൻ അലൈഹിസ്സലാമിന്റെയും റബ്ബില് തങ്ങൾക്ക് വിശ്വാസമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദില് വീഴുകയാണ്. ഏതോ ഒരു ആന്തരിക ശക്തി അവരെ സുജൂദിൽ വീഴ്ത്തുകയായിരുന്നു എന്നാണ് ഖുർആന്റെ സൂചന. നമുക്ക് ആ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫറോവയുടെ അനുവാദമില്ലാതെ മൂസ അലൈഹി ഇസ്ലാമിന്റെയും ഹാറൂൻ അലൈഹി ഇസ്ലാമിന്റെയും ആ ജീവിത ദർശനത്തിൽ വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരായ സാഹിറുകൾക്കെതിരിൽ ശിക്ഷാ നടപടികളുമായിട്ട് രംഗത്ത് വരികയാണ് ഫിറഔൻ. അതിന്റെ മുമ്പായി വലിയ ആരോപണങ്ങളൊക്കെ അവരുടെ നേരെ ഉന്നയിക്കുകയാണ്. നിങ്ങളുടെ തലതൊട്ടപ്പനായ, നിങ്ങളുടെ ഗുരുനാഥനായിട്ടാണ് മൂസായെ എനിക്ക് കാണാൻ പറ്റുന്നത്. അവനാണ് നിങ്ങളെ ഈ സിഹറിന്റെ വിദ്യകളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ ഇക്കാര്യത്തിലെ ഗുരു തന്നെയാണ് അയാൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്നുകൂടി ഫിറഔൻ വെളിപ്പെടുത്തുകയാണ്. ഞങ്ങളെ നിങ്ങളുടെ സിഹറിന്റെ ബലത്തിൽ നാട്ടിൽ നിന്ന് പുറത്താക്കുക, അധികാരഭ്രഷ്ടരാക്കുക, എന്നിട്ട് ബനു ഇസ്രായേൽ സമൂഹത്തിന് ഇവിടെ നാട്ടിന്റെ അധികാരം പിടിച്ചടക്കാൻ നിങ്ങളൊരു കുറുക്കു വഴി ഒരുക്കിയിരിക്കുകയാണ്. പഴയ കാലത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഈജിപ്തിന്റെ ഭരണം ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ കൈകളിൽ വന്ന പോലെ ഇപ്പൊ വീണ്ടും ഈ സിഹറൊക്കെ കാണിച്ചുകൊണ്ട് ജാലവിദ്യയും ആഭിചാരവും ഒക്കെ ആഭിചാരക്രിയകളും ഒക്കെ കാണിച്ചുകൊണ്ട് അധികാരം പിടിച്ചടക്കാനുള്ള ഒരു തന്ത്രമാണ് ഇവര് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന ആരോപണമാണ് അവർക്കെതിരിൽ ഫിറഔൻ ഉന്നയിക്കുന്നത്. ഇതിന് ഒരിക്കലും തന്നെ ഒരാൾക്കും അങ്ങനെ ആലോചിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള ഒരു ശിക്ഷാ നടപടി നടപ്പിലാക്കിയേ പറ്റൂ. ഇവരെ കൈകാലുകളെതിരെ ഛേദിച്ചുകൊണ്ട് കുരിശിൽ തറച്ചിടണം എന്നതാണ് അയാള് പ്രഖ്യാപിക്കുന്ന തീരുമാനം. എന്നിട്ട് നിങ്ങൾ അറിയട്ടെ ആരാണ് നമ്മൾ ഇരുവരിൽ ഏറ്റവും കഠിനമായ ശിക്ഷ, അതും നീണ്ടു നിൽക്കുന്ന ശിക്ഷ നടപ്പിലാക്കാൻ കഴിയുന്നവൻ ആരാണ് എന്നത് അറിയട്ടെ, അതിനൊരു അവസരമാവട്ടെ എന്ന വിധത്തിലൊക്കെയാണ് ഫിറഔൻ ആ സന്ദർഭത്തിൽ സംസാരിക്കുകയുണ്ടായത്. ഈ സാഹിറുകളെ സംബന്ധിച്ചിടത്തോളം മൂസ അലൈഹിസ്സലാം പ്രകടമാക്കിയ ആ മുഅ്ജിസത്ത് അത് ഒരിക്കലും തന്നെ മനുഷ്യന്
ആഭിചാരക്രിയയിലൂടെയോ നാട്ടിൽ പ്രചാരത്തിലുള്ള ജാലവിദ്യയിലൂടെയോ ഒന്നും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമേ അല്ല. അത് ദൈവിക ദൃഷ്ടാന്തമായിട്ട് മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ എന്ന തികഞ്ഞ ബോധ്യം അതിനകം ഉണ്ടായിട്ടുണ്ട്. അവരെ കണ്ണു തുറപ്പിച്ച ഒരു കാഴ്ചയും അനുഭവവുമാണത്. ആ തിരിച്ചറിവിൽ നിന്ന് പുറകോട്ട് പോകാൻ അവരാരും സന്നദ്ധമല്ല എന്നതാണ് ആ സന്ദർഭത്തില് അവര് സ്വീകരിക്കുന്ന നിലപാടുകൾ വ്യക്തമാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിരിച്ചറിവ്, മൂസ അലൈഹി ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന ആ ആദർശം, ആ ജീവിത ദർശനം, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വിശ്വാസം, അത് പകർന്നു നൽകുന്ന ആ തിരിച്ചറിവും ബോധ്യവും മറ്റൊന്നിനും അതിന് പകരമാകാൻ സാധിക്കുകയില്ല എന്ന ഒരു കൃത്യമായ ബോധ്യം ഈ ആഭിചാരകരെ സംബന്ധിച്ചിടത്തോളം ഈ അനുഭവത്തിലൂടെ ഉണ്ടായി വരുന്നുണ്ട്. അവരുടെ പ്രതികരണം കൈകാലുകൾ കുറുകെ ഛേദിച്ചു കളയും, എന്നിട്ട് കുരിശിൽ തറയ്ക്കപ്പെടും എന്നൊക്കെ ഫിറഔൻ അവർക്കെതിരിലുള്ള പ്രതികാര നടപടിയായിട്ട് പ്രഖ്യാപിച്ചപ്പോഴും യാതൊരു വിധത്തിലുള്ള കുലുക്കവും ഇല്ലാതെ, ചാഞ്ചല്യവും കാണിക്കാതെ, യാതൊരു വിധത്തിലുള്ള പിന്മാറ്റത്തിനുള്ള ലക്ഷണവും കാണിക്കാതെ അവര് സ്ഥൈര്യപൂർവം പ്രതികരിക്കുകയാണ് ഫിറഔനോട്. നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളില് അതിന്റെ തുടക്കത്തിൽ പറയുന്ന കാര്യം ഇതാണ്. ഖാലു, ഈ സാഹിറുകൾ ധൈര്യപൂർവം മറുപടി പറഞ്ഞു ഫിറഔനോട്. കൈകാലുകൾ ഛേദിച്ചു കളയും, കുരിശിൽ തറയ്ക്കും എന്നൊക്കെ പറഞ്ഞപ്പോ സാഹിറുകൾ നൽകിയ മറുപടി ഇതാണ്. ലൻ ഉസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറന. വളരെ കൃത്യമാണ് അവരുടെ മറുപടി. അവർ പറയുന്നത് ലൻ ഉസിറക, നിനക്ക് ഞങ്ങൾ ഒരിക്കലും തന്നെ മുൻഗണന നൽകുകയില്ല. നിന്റെ വാദത്തിനോ നീ ആവശ്യപ്പെടുന്ന സംഗതികൾക്കോ നീ അവകാശപ്പെടുന്ന കാര്യത്തിനോ ഒന്നും ഞങ്ങൾ ഒരു വിധത്തിലുള്ള മുൻഗണനയും ഒരു വിധത്തിലുള്ള പ്രിഫറൻസും നൽകുകയില്ല. അലാമാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറന. രണ്ട് കാര്യങ്ങൾക്ക് മീതെയായിട്ട് നിന്നെ ഞങ്ങൾ ഒരിക്കലും മുൻഗണന നൽകി സ്വീകരിക്കുകയില്ല. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന്, ഞങ്ങൾക്ക് ഇപ്പോ വന്നു കിട്ടിയിരിക്കുന്ന വളരെ തെളിമയുള്ള ഈ ദൃഷ്ടാന്തങ്ങൾ, അലാമാ ജാഅനാ മിനൽ ബയ്യിനാത്ത്, ബയ്യിനാത്തുകളായി വളരെ കൃത്യമായ സൂചനകൾ അടങ്ങിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവ ദൈവിക ദൃഷ്ടാന്തങ്ങളാണ് എന്നത് ഞങ്ങൾക്ക് കൃത്യമായും ബോധ്യപ്പെട്ടതാണ്. അത്രയും ഞങ്ങളിൽ ബോധ്യമുണ്ടാക്കിയിട്ടുള്ള ഈ ദൃഷ്ടാന്തങ്ങളെ അവഗണിച്ചുകൊണ്ട് നിന്നെ പിൻപറ്റുക അല്ലെങ്കിൽ നിന്റെ നിർദ്ദേശം ഫോളോ ചെയ്യുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ സാധ്യമല്ല. ഞങ്ങൾ ഒരിക്കലും നിനക്ക് മുൻഗണന നൽകുകയില്ല. ഒരു ഭാഗത്ത് ഫറോവ, മറുഭാഗത്ത് മൂസ അലൈഹിസ്സലാം മുന്നോട്ട് വെച്ച ഈ ജീവിത ദർശനം, അത് കൃത്യമായ പിൻബലങ്ങളോട് കൂടിയുള്ളതാണ്. ബയ്യിനാത്തുകളാണ് അതിന്റെ അടിത്തറയായിട്ടുള്ളത്. എന്തെങ്കിലും അടിസ്ഥാനരഹിതമായ അന്ധവിശ്വാസമൊന്നുമല്ല. കൃത്യമായ ആയാത്തുകളുടെ പിൻബലത്തില് ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ സംഗതി, അതിനു മേൽ നിനക്ക് മുൻഗണന നൽകാൻ ഞങ്ങൾ ഒരിക്കലും സന്നദ്ധരല്ല എന്നാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, വല്ലദീ ഫതറന, അതുപോലെ ഞങ്ങളെ സൃഷ്ടിച്ചവനായ ഉടയതമ്പുരാനുണ്ടല്ലോ, അവനും മീതെ നിനക്ക് ഞങ്ങൾ മുൻഗണന ഒരിക്കലും നൽകുകയില്ല എന്നാണ് സാഹിറുകളോട് പറയുന്നത്. ഒന്ന്, ഞങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബ്, ഞങ്ങൾക്ക് ഉണ്മ നൽകിയ, ഞങ്ങൾക്ക് സ്വത്വം നൽകിയ, ഞങ്ങളുടെ അസ്തിത്വം നൽകി അനുഗ്രഹിച്ച ആ ഫാത്തിറുണ്ട്, ആ ഫാത്തിറു സമാവാത്തി വൽ അർള് ആയ
റബ്ബ്. ആ റബ്ബിന് മീതെയായി ആ റബ്ബ് നിയോഗിച്ചയച്ച ദൂതന്മാർ കൊണ്ടുവന്നിരിക്കുന്ന ബയ്യിനാത്തുകൾക്കും മീതെയായി ഒരിക്കലും തന്നെ ഞങ്ങൾ നിനക്ക് പ്രാധാന്യം കൽപ്പിക്കുകയില്ല എന്നാണ് ഫിറഔന്റെ മുഖത്ത് നോക്കി ഈ സാഹിറുകൾ സധൈര്യം പ്രഖ്യാപിക്കുന്നത്. കൈകാലുകൾ കുറുകെ ഛേദിക്കും, കുരിശിൽ തറക്കും എന്നൊക്കെയുള്ള ഭീഷണി മുഴക്കിയ ഫറോവയോടാണ് ഈ സാധാരണരിൽ സാധാരണരായ അധികാരത്തിന്റെ ഇടനാഴിയിൽ നിന്ന് വളരെ അകലെയായിട്ട് കഴിയുന്ന, യാതൊരുവിധ അധികാരമോ സ്ഥാനമാനങ്ങളോ പദവിയോ ഒന്നും ഇല്ലാത്ത സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളിൽപ്പെട്ട ഈ സാഹിറുകള് ആ ഫറോവയുടെ മുഖത്ത് നോക്കിയാണ് ഇക്കാര്യം പറയുന്നത്. ആരാണ് അല്ലെങ്കിൽ എന്താണ് അവർക്ക് ഇത്രയേറെ ധൈര്യം പകർന്നത് എന്നതാണ് ഇവിടെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം. കൃത്യമായി ബോധ്യപ്പെട്ട ഒരു സത്യം, മറ്റു താല്പര്യങ്ങളൊന്നും ഒരാളെ കീഴടക്കുന്നില്ലെങ്കിൽ ആ കൺമുന്നിൽ ബോധ്യപ്പെട്ട സത്യം അതിനെ തള്ളിക്കളയാൻ ഒരാൾക്കും സാധ്യമല്ല. ആ സത്യം അയാളെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാനും എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അവയെ നേരിടാൻ സന്നദ്ധനാണ് എന്ന നിലപാടോടുകൂടി കാര്യങ്ങൾ വിളിച്ചു പറയാനൊക്കെയുള്ള ധൈര്യം പകർന്നു കൊടുക്കും. ഇങ്ങനെയുള്ള ചരിത്രഘട്ടങ്ങള് നമുക്ക് ധാരാളം കാണാൻ കഴിയും. തീക്കുണ്ടത്തിലേക്ക് എടുത്തെറിയപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിത അനുഭവങ്ങൾ, അതുപോലെ ധാരാളം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സാഹിറുകള് വെട്ടിത്തുറന്ന് പറയുകയാണ്, ഞങ്ങൾ സൃഷ്ടിച്ചവനായ ഒരു ഫാത്തിറുണ്ട്, ഒരു റബ്ബുണ്ട്, അതുപോലെ ഞങ്ങളുടെ മുന്നിൽ ഇപ്പോ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ബയ്യിനാത്തുകളുമുണ്ട്. ഈ രണ്ട് സംഗതികളെയും അവഗണിച്ചുകൊണ്ട് നിനക്കും നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മുൻഗണന കൽപ്പിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റാത്തതാണ് എന്നാണ് സാഹിറുകൾ വെട്ടിത്തുറന്ന് പറയുന്നത്. ലൻ ഉസിറക അലാ മാ ജാഅന മിനൽ ബയ്യിനാത്തി വല്ലദീ ഫതറന, അതുകൊണ്ട് ഫഖ്ളി മാ അൻത ഖാൽ, നീ എന്താണ് വിധിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ അത് വിധിച്ചോളൂ. ഫഖ്ളി മാ അൻത ഖാൽ, ഇതാണ് അവർ പറയുന്നത്. കൈകാലുകൾ കുറുകെ ഛേദിക്കാനാണെങ്കിൽ അങ്ങനെ, കുരിശിൽ തറക്കാനാണെങ്കിൽ അങ്ങനെ, അതല്ല വേറെ വല്ലതുമൊക്കെ നീ വിധിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങ് വിധിച്ചോ. ഫഖ്ളി മാ അൻത ഖാൽ, നീ എന്താണ് വിധിക്കാൻ പോകുന്നത് അത് നീ അങ്ങ് വിധിച്ചോ. ഞങ്ങൾക്ക് ഇനി നിന്നോട് ക്ഷമാ യാചന നടത്താനോ മാപ്പ് തരണമെന്ന് പറയാനോ ഒന്നും താല്പര്യമില്ല. നീ വിചാരിച്ചത് അങ്ങ് ചെയ്തോ. നിന്റെ സകല ക്രൂരതകളും ഞങ്ങളുടെ മേൽ നീ നടപ്പിലാക്കിയാലും ഞങ്ങൾ ഒരു നിലക്കും ചാഞ്ചല്യം കാണിക്കുന്നവരാവുകയില്ല എന്നാണ് ഫിറഔൻ കേൾക്കെ ഈ സാഹിറുകള് വെട്ടിത്തുറന്ന് പറയുന്നത്. ഫഖ്ളി മാ അൻത ഖാൽ, ചരിത്രത്തിലെ തന്നെ വളരെ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളിൽ എടുത്തു പറയാവുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ വാചകം. ഫഖ്ളി മാ അൻത ഖാൽ, നീ വിധിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് വിധിച്ചോ. അതൊന്നും ഞങ്ങളെ ഞങ്ങളുടെ നിലപാടുകളിൽ മാറ്റമുള്ളവരാക്കി മാറ്റാൻ പോകുന്നില്ല. ഞങ്ങൾ ഉറച്ചൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിന്റെ വാക്കുകൾക്ക് അതീതമായി അതിനേക്കാൾ വിലപ്പെട്ടതായിട്ട് നിന്നെ ഞങ്ങൾ പരിഗണിക്കാനേ പോകുന്നില്ല. ഞങ്ങളുടെ മുന്നിൽ അള്ളാഹു എത്തിച്ചു തന്നിട്ടുള്ള ബയ്യിനാത്തുകളായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളെക്കാൾ ഏറെ പരിഗണന നൽകപ്പെടേണ്ടതായിട്ട് നിന്റെ വാക്കുകൾക്കോ നിന്റെ തിട്ടൂരങ്ങൾക്കോ ഒന്നും ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല. അതിനാൽ ഇനി നീ കാത്തു നിൽക്കൊന്നും വേണ്ട, ഞങ്ങളിൽ എന്തെങ്കിലും നിലപാട് മാറ്റം ഉണ്ടാവും എന്ന് കരുതണ്ട. ഫഖ്ളി മാ അൻത ഖാൽ, എന്താണ് വിധിക്കാൻ നീ കരുതിയത്
അത് നീ അങ്ങ് വിധിച്ചോ. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്ത ദുനിയ, നീ ഈ ഭൗതിക ലോകത്ത് മാത്രമേ കൂടിയാൽ നിന്റെ വിധി ഉണ്ടാവുള്ളൂ. ഈ ദുനിയാവിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിലായി, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് നിനക്കൊരു സ്വാധീനവും ഇല്ല, ഒരു ശക്തിയും കരുത്തും ഒന്നുമില്ല, ഒരു അധികാരവുമില്ല. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്ത ദുനിയ, നീ ഈ ദുനിയാവിലെ ജീവിതത്തിൽ മാത്രമേ വിധിക്കാൻ കഴിവുള്ളവനായിട്ടുള്ളൂ. നിനക്ക് അവിടെ വിധിക്കാൻ പറ്റുള്ളൂ. ഇതിനപ്പുറത്തേക്കൊരു ലോകമുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള അവന്റെ അനന്തമായ പാരത്രിക ജീവിതത്തിന്റെ ലോകം. അവിടെ നിനക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ താൽക്കാലികമായി ഇന്നും നാളെയുമായിട്ട് തീർന്നു പോകുന്ന ഈ ജീവിത ഇടപാടിൽ മാത്രമേ നിനക്ക് വല്ലതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ ഫറോവയോട് ഈ സാഹിറുകള് പറയുന്നത്. അതുകൊണ്ട് നീ വേണ്ട വിധത്തിൽ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അതങ്ങ് വിധിച്ചോ. പിന്നെ ആമന്ന ബി റബ്ബിന, നിശ്ചയമായിട്ട് ഞങ്ങളുടെ റബ്ബിൽ, ഞങ്ങളുടെ ഫാത്തിറായ, ഞങ്ങളുടെ സ്രഷ്ടാവായ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായിരിക്കുന്നു. ഞങ്ങൾ ആ വിശ്വാസം പ്രഖ്യാപിക്കുന്നതും അതില് വലിയ പ്രാധാന്യത്തോടുകൂടി ആ വിശ്വാസത്തെ ശിരസേറ്റുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ലിയഗ്ഫിറ ലനാ ഖതായാന, ഞങ്ങളുടെ പാപങ്ങൾ അവൻ ഞങ്ങൾക്ക് പുറത്തു തരുന്നതിന് വേണ്ടിയാണ്. അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ്. ഞങ്ങൾ വിശ്വാസികളാകുന്നതോടുകൂടി, സത്യമാർഗം ഹൃദയ ഉൽകുന്നതോടുകൂടി, ഞങ്ങൾ ഈ മാർഗം പൂർണ്ണമായ സമ്മതത്തോടുകൂടി സ്വീകരിക്കുന്ന കാരണത്താൽ ലിയഗ്ഫിറ ലനാ ഖതായാന, അവൻ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. ആ ഒരു പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. വമാ അക്റഹ്തന അലൈഹി മിനസ് സിഹ്ർ, നീ നിർബന്ധിച്ചത് കാരണമായി ഞങ്ങൾ ചെയ്തു പോയ സിഹ്റുണ്ട്, അഭിചാരം, അതിന്റെ കുറ്റവും ഞങ്ങൾക്ക് അവൻ പുറത്തു തരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഫറോവയോട് ഈ സാഹിറുകൾ വെട്ടി തുറന്ന് പറയുന്നത്. നിന്റെ വാക്കുകൾ കേട്ടിട്ട് ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കൂല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്രഷ്ടാവ്, ആ സ്രഷ്ടാവിന് നൽകുന്ന പ്രാധാന്യം അല്ല അതിനുപരിയായിട്ട് നിനക്കൊരു സ്ഥാനവും ഞങ്ങൾ നൽകില്ല. ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കൃത്യതയുള്ള, വ്യക്തതയുള്ള ദൃഷ്ടാന്തങ്ങൾക്ക് മീതെ നിന്റെ വർത്തമാനത്തിന് ഞങ്ങൾ ഒരു പ്രാധാന്യവും നൽകാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെ റബ്ബില് വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് കാര്യങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് സംഭവിച്ചു പോയ ഖതീഅത്തുകള് അവൻ ഞങ്ങൾക്ക് പുറത്തു തരും എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. രണ്ടാമത്തത്, നീ നിർബന്ധിച്ചത് കാരണമായിട്ട് ഞങ്ങൾക്ക് ചില ആഭിചാരക്രിയകളൊക്കെ ഇവിടെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ പേരിലുള്ള കുറ്റവും അവൻ ഞങ്ങൾക്ക് പുറത്തു തരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ സത്യവിശ്വാസം ഉൾക്കൊള്ളുന്നതിന്റെ പേരിൽ ആഭിചാരക്രിയ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഏറ്റവും കഠിനമായ പാപങ്ങളിൽ 7 വൻ പാപങ്ങളിൽ ഒന്നായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഭിചാരക്രിയയെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. സിഹ്ർ എന്നത് സത്യനിഷേധം മാത്രമല്ല, അള്ളാഹുവിന്റെ ഏകത്വത്തെ, ആ ഏകത്വത്തിലുള്ള വിശ്വാസത്തിന് ഭംഗം വരുത്തുന്ന ശിർക്ക് കൂടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ അതിലേക്ക് സൂചന നൽകുന്ന ചില പ്രയോഗങ്ങളും നൽകുന്നുണ്ട്. സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചുകൊണ്ടുള്ള ആ ഒരു വിവരണത്തിൽ നമുക്കത് കാണാൻ കഴിയും. സുലൈമാൻ വമാ ഖഫറ സുലൈമാൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് കുഫറായിട്ടും മറ്റ് ചിലയിടങ്ങളിൽ ശിർക്കായിട്ടും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിവരണം. അപ്പോ സിഹിർ അള്ളാഹുവിന്റെ ദാത്തിലും സിഫാത്തിലുമുള്ള കറകളഞ്ഞ വിശ്വാസത്തിന് ഭംഗം വരുത്തുന്ന ഒരു
വൻ പാപമായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. സാഹിറുകൾ ഇവിടെ പറയുന്നത്, നിങ്ങള് ഈ ഫിറഔൻ എന്ന ഈജിപ്തിന്റെ ഭരണാധികാരി നിർബന്ധിച്ചത് കാരണമായിട്ടാണ് ഞങ്ങൾക്കിപ്പോ ഈ ആഭിചാരക്രിയ ചെയ്യേണ്ടി വന്നത്. മൂസ അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന ബയ്യിനാത്തുകളെ നേരിടാൻ വേണ്ടി ആഭിചാരക്രിയ ചെയ്യേണ്ടി വന്നത് നീ നിർബന്ധിച്ചത് കൊണ്ടാണ്. അതിന്റെ പേരിലുള്ള കുറ്റവും ഞങ്ങൾക്ക് അവൻ പുറത്തു തരും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഈ വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വരുമ്പോൾ. വല്ലാഹു ഖൈറും വ അബ്ഖ, അള്ളാഹുവാണ് ഏറ്റവും ഉത്കൃഷ്ടനായതും അതുപോലെ എന്നെന്നും നിലനിൽക്കുന്നതായതും. അള്ളാഹുവിന്റെ പക്ഷത്താണ് ഞങ്ങൾ നിലകൊള്ളാൻ തീരുമാനിച്ചിട്ടുള്ളത്. മരിച്ചു പോകുന്ന ഒരു കാലം പിന്നിട്ട് കഴിഞ്ഞാൽ ഭൂമുഖത്തുനിന്ന് അങ്ങ് നീങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ മാത്രമായ ഫറോവയുടെ പക്ഷത്ത് നിൽക്കാനല്ല ഞങ്ങളുടെ തീരുമാനം. ഏറ്റവും ഉത്കൃഷ്ടനായ സർവോത്കൃഷ്ടനായ അള്ളാഹു, അതുപോലെ എന്നെന്നും നിലനിൽക്കുന്നവനായ അള്ളാഹു, ആ അള്ളാഹുവിനെ റബ്ബായി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ആ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ നിലപാടുകൾ. അവൻ അതിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഖതീഅത്തുകൾ പുറത്തു തരും. നീ നിർബന്ധിച്ചത് കാരണമായിട്ട് ഞങ്ങൾ ചെയ്ത സിഹർ, അതിന്റെ പേരിലുള്ള കുറ്റവും അവൻ ഞങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഖൈറും വ അബ്ഖ, സർവോത്കൃഷ്ടനായിട്ടുള്ളത് അള്ളാഹുവാണ്. അവനാണ് അബ്ഖ ആയിട്ടുള്ളത്, എന്നെന്നും നിലനിൽക്കുന്നവനായിട്ടുള്ളത്. ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമൻ, ഫറോവയുടെ മുഖത്ത് നോക്കിയിട്ടുള്ള ഈ സാഹിറുകളുടെ പ്രഖ്യാപനം ഈ വിവരണത്തിന്റെ ശൈലിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ഖൈറും വ അബ്ഖ എന്ന് പറയുന്നതോടുകൂടി ഈ സാഹിറുകളുടെ സംസാരം അവസാനിച്ചു എന്നാണ്. എന്നാൽ അവര് മുന്നോട്ട് വെക്കുന്ന, അവര് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ആശയത്തിന്റെ ഒരു വിപുലീകരണം തുടർന്നുള്ള ആയത്തുകളിൽ കാണാം. അത് നേരത്തെ നമ്മൾ ഒരു സന്ദർഭത്തിൽ വിവരിച്ച പോലെ അള്ളാഹുവിന്റെ വാക്കുകളാണ്. സാഹിറുകളുടെ വാക്കുകളുടെ തുടർച്ചയായിട്ട് അതിനോട് ആശയപ്പൊരുത്തമുള്ള ആ കാര്യങ്ങളെ കുറച്ചുകൂടി വികസിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ, അത് അള്ളാഹുവിന്റെ വാക്കുകളാണ്. എന്നാൽ ഒരു ഒഴുക്കുള്ള വായനയിൽ സാഹിറുകളുടെ വാക്കുകളായിട്ട് നമുക്ക് തുടക്കത്തിൽ തോന്നിപ്പോകും. കാരണം ആ അള്ളാഹുവിനെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് വമൻ യഅതിഹി മുഅ്മിനൻ, വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ആരാണോ അവന്റെ അടുക്കൽ തിരികെ എത്തുന്നത്, ഖദ് അമില സ്വാലിഹാത്ത്, നിർദ്ദേശിക്കപ്പെട്ട അമലു സ്വാലിഹാത്തുകളൊക്കെ ചെയ്തുകൊണ്ട്, അമാലു സ്വാലിഹാത്ത് ചെയ്തുകൊണ്ട്, സ്വാലിഹത്തായ അമലുകൾ ചെയ്തവനായിക്കൊണ്ട്, വിശ്വാസമുള്ളവനായിക്കൊണ്ട് അവന്റെ അടുക്കൽ ആരാണോ തിരികെ എത്തുന്നത്, അവന്റെ കാര്യത്തില് അതിന്റെ മുമ്പൊരു ആയത്ത് വിട്ടുപോയിട്ടുണ്ട്. ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമൻ, ഇന്നഹു മൻ യഅതി റബ്ബഹു മുജ്രിമൻ, കുറ്റവാളിയായിക്കൊണ്ട് അഥവാ ശിർക്ക് ചെയ്തവനായിക്കൊണ്ട്, കുഫറിന്റെ ആളായിക്കൊണ്ട് ആരെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ തിരികെ എത്തുന്നുവെങ്കിൽ ഫഇന്ന ലഹു ജഹന്നം, അവനുള്ളത് നരകമാണ്. ലാ യമൂതു ഫീഹ വലാ യഹ്യ, അവൻ അതിൽ മരിക്കുന്നില്ല ജീവിക്കുന്നുമില്ല. ഏറ്റവും ഗതികെട്ട ഒരവസ്ഥയിലാണ് കുറ്റവാളിയായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ തിരികെ എത്തുന്ന ഒരാള് നേരിടാൻ പോകുന്ന സാഹചര്യം. ഏറ്റവും ഗതികെട്ട ഒന്നാണ്. ലാ യമൂതു ഫീഹ വലാ യഹ്യ, ജീവിതം എന്നൊരു പ്രതീക്ഷയോ ആനന്ദമോ ഒന്നും അവിടെ ഉണ്ടാവില്ല. എന്നാൽ മരണം എന്ന ഒരു ഒടുക്കം, കാര്യങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാകും എന്ന് മനുഷ്യൻ കണക്കുകൂട്ടുന്നത് മരണത്തിലൂടെയാണല്ലോ, അതും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഏറ്റവും ദുരിതപൂർണമായ ഒരവസ്ഥ, ജീവിതത്തിന്റെ ആനന്ദം, സന്തോഷം ഇതൊന്നും അനുഭവിക്കാൻ കഴിയാത്ത ജീവിതമില്ലായിക എന്നൊരവസ്ഥ. അതുപോലെ മരണം ചിലപ്പോഴൊക്കെ ആശ്വാസമായിട്ട് തോന്നിയെന്ന് വരാം, അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു ഒടുക്കമാണ് എന്നൊക്കെ തോന്നിയ എന്ന് വരാം.
പക്ഷെ അതുമല്ല, മരണവുമില്ല ജീവിതവുമില്ല എന്ന അവസ്ഥയിൽ അതിഭീകരമായ ഒരു അവസ്ഥയിലാണ് കുറ്റവാളികളായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കല് എത്തുന്നവർ നേരിടാൻ പോകുന്ന സാഹചര്യം. മുഅ്മിനൻ, എന്നാൽ വിശ്വാസം ഉൾക്കൊണ്ടവരായിക്കൊണ്ടാണ് ആരെങ്കിലും അവന്റെ അടുക്കൽ തിരികെ എത്തുന്നത് എങ്കിൽ അത് അമില സ്വാലിഹാത്ത്, ഉത്കൃഷ്ടമായ കർമ്മങ്ങൾ നിർവഹിച്ചവനായിക്കൊണ്ടും വിശ്വാസിയായിക്കൊണ്ടുമാണ് ഒരാൾ എത്തുന്നതെങ്കിൽ ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉല, അവനായുള്ളതാണ് അല്ലെങ്കിൽ അത്തരക്കാർക്കുള്ളതാണ് ഉന്നതമായ പദവികൾ. വിശ്വാസമില്ലാത്തവനായിക്കൊണ്ട്, നിഷേധിയായിക്കൊണ്ട്, കുറ്റവാളിയായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ എത്തുന്നവർക്ക് മരണവുമില്ല ജീവിതവുമില്ല എന്ന അവസ്ഥയിലുള്ള ഒരു പ്രതിസന്ധിയാണ് അവരെ കാത്തിരിക്കുന്നത്. നരകത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാരത്രിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഠിനമായ അനുഭവമായിട്ടാണ് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കപ്പെടുന്നത്. മരണമില്ല ജീവിതവുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് നേരത്തെ വിവരിച്ച പ്രകാരം കൈകാലുകൾ കുറുകെ മുറിക്കപ്പെട്ട അവസ്ഥയിൽ ഒരാൾ കുരിശിലേറ്റപ്പെട്ടു എന്ന് കരുതുക. ജീവൻ അത്ര പെട്ടെന്ന് അങ്ങ് പോകുന്നില്ല. അയാൾ കുരിശിലെങ്ങനെ വേദനയില് ഉളഞ്ഞുകൊണ്ട് ആടി കിടക്കുകയാണ്, തൂങ്ങിക്കിടക്കുകയാണ്. ഇഞ്ചിഞ്ചായി മരിക്കുന്ന ഒരു പ്രക്രിയ. മരണം അത്ര എളുപ്പത്തിൽ അങ്ങ് വരുന്നില്ല, എന്നാൽ ജീവിതത്തിന്റെ യാതൊരു ആനന്ദവും അനുഭവിക്കാൻ കഴിയുന്നില്ല. ഈ ഒരു അവസ്ഥയിലാണ് പാരത്രിക ലോകത്ത് നിത്യമായി കഴിയേണ്ടി വരുന്നത് എങ്കിൽ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കുരിശിൽ തറയ്ക്കപ്പെട്ട ആൾക്കൊരു പ്രതീക്ഷയുണ്ട്, അയാള് കുറച്ചു കഴിഞ്ഞാൽ അങ്ങ് മരിച്ചു പോയിക്കോളും എന്ന്. മരണം ഒരു പ്രതീക്ഷയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം. രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് മരിച്ചോളും എന്ന ഒരു കണക്കുകൂട്ടലെങ്കിലും കുരിശിലേറ്റപ്പെടുന്ന ആൾക്കുണ്ടാകും. എന്നാൽ ഇവിടെ പാരത്രിക ലോകത്ത് ജീവിതവുമില്ല മരണവുമില്ല എന്ന അവസ്ഥയിലേക്ക് തള്ളിവിടപ്പെടുന്ന ആളുകളുടെ അവസ്ഥ, ഈ കുരിശിലേറ്റപ്പെട്ട ആള് ആ വേദനയിൽ പൊളയുന്ന അവസ്ഥയില് നിരന്തരമായി അനന്തമായി കഴിയേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അതിനോട് സമാനമായ ഒരു അവസ്ഥയാണ് ഈ ആളുകളെ കാത്തിരിക്കുന്നത്. എന്നാൽ വിശ്വാസം ഉൾക്കൊള്ളുകയും ശരിയായ കർമ്മങ്ങള് ചെയ്യുകയും ചെയ്ത ആള് ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉല, അവർക്കായുള്ളതാണ് ഉന്നതങ്ങളായ പദവികൾ. അവരെല്ലാവരും ഒരു പദവിയിലാണ് എന്നല്ല, പല ഉയർന്ന പദവികളും അവിടെയുണ്ട്. കാരണം വിശ്വാസത്തില് ഓരോരുത്തരും കാണിക്കുന്ന ക്വാളിറ്റി, അതിന്റെ പ്രത്യേകതകൾ വ്യത്യസ്തമാണ്. എല്ലാവരും ഒരേ നിലവാരമുള്ള വിശ്വാസപരമായ ക്വാളിറ്റി കാണിക്കുന്നില്ല. അതുപോലെ കർമ്മങ്ങളുടെ കാര്യത്തിലും ആളുകൾ വ്യത്യസ്തരാണ്. നല്ല ഗുണമുള്ള മഅ്ജൂറായ ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്, വളരെ കുറച്ച് മാത്രം കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പോ വിശ്വാസത്തിന്റെ ഗുണം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും അമലിന്റെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലുമൊക്കെ ഇവർക്ക് വ്യത്യസ്തങ്ങളായ പദവികൾ, ഉന്നത പദവികൾ അവരെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. ലഹുമുദ് ദറജാത്തുൽ ഉല, അവർക്ക് ഒരുപാട് ദറജകളുണ്ട്. ദറജാത്തുൽ ഉല, ഉന്നതമായ പദവികൾ. ദറജ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെയർ കേസിന്റെ ഒരു സ്റ്റെപ്പിനാണ്, ഒരു സ്റ്റെയറിനാണ് ദറജ എന്ന അറബിയിൽ പറയും. അതിന്റെ ബഹുവചനാണ് ദറജാത്ത്. ദറജ് എന്നും പറയാറുണ്ട് ചിലപ്പോൾ. അപ്പോ ഈ പടവുകളാണ് അവരെ കാത്തിരിക്കുന്നത്. ഈ ഉന്നതമായ ശ്രേണികളാണ്, പദവികളാണ്. ജന്നാത്തു അദ്നിൻ, എന്താണത്? നിത്യവസന്തത്തിന്റെ ആരാമങ്ങളാണ് അവർക്കായിട്ടുള്ളത്. ജന്നാത്തു അദ്നിൻ, നശിച്ചു പോവുകയില്ലാത്ത നിത്യമായി നിലനിൽക്കുന്ന ഉദ്യാനങ്ങൾ, ആരാമങ്ങൾ, അതാണ് അവർക്കായിട്ടുള്ള
ഈ ഉന്നതങ്ങളായ പദവികൾ എന്ന് പറയുന്നത് ഇവിടെയാണ്. ജന്നാത്തു അദ്നിൻ, നിത്യതയുടെ തോട്ടങ്ങൾ, നിത്യതയുടെ ഉദ്യാനങ്ങൾ, ആരാമങ്ങൾ. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ കീഴ്ഭാഗത്തുകൂടിയായി അരുവികൾ ഒഴുകുന്നുണ്ട്. അങ്ങനെയുള്ള ഉദ്യാനങ്ങളാണ്. ഖാലിദീന ഫീഹ, അവരതില് ആ ഉദ്യാനങ്ങളിൽ നിത്യമായി വസിക്കും. വദാലിക ജസാഉ മൻ തസക്ക, വിശുദ്ധി നേടാൻ പരിശ്രമിച്ച ആളുകൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലം ഇതാണ്. വദാലിക ജസാ, ഇതാണ് പ്രതിഫലം. ജസാ എന്ന് പറഞ്ഞ പ്രതിഫലം. നമ്മൾ ജസാക്കല്ല ഖൈർ എന്നൊക്കെ പറയാറുണ്ട്, അതിലൊക്കെയുള്ള വാക്ക് ഇത് തന്നെ. അപ്പോ അതിന്റെ ക്രിയാരൂപമാണ് അതിലുള്ളത് എന്നേ ഉള്ളൂ. വദാലിക ജസാഉ മൻ തസക്ക, തസ്കിയത്ത് നേടിയ, വിശുദ്ധി നേടിയ, ആത്മാവിനെ വിശുദ്ധമാക്കി സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ട ആളുകൾക്കുള്ള ജസാ, പ്രതിഫലം ഇങ്ങനെയുള്ള ഉദ്യാനങ്ങളാണ്, നിത്യവസന്തങ്ങളുടെ ആരാമങ്ങളാണ്. അവരതില് നിത്യമായി വസിക്കുന്നവരായിരിക്കും. കീഴ്ഭാഗത്തുകൂടി അവരുടെ കണ്ണുകൾക്കും ഹൃദയങ്ങൾക്കും ഒക്കെ ആനന്ദം പകരുന്ന വിധത്തില് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉദ്യാനങ്ങളാണ് അവർക്കായിട്ടുള്ളത്. ആ ഉദ്യാനങ്ങളിലാണ് അവർക്ക് ഉന്നതങ്ങളായ പദവികൾ അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത്. ഈ വിധത്തിലാണ് തുടർന്ന് മനുഷ്യന്റെ ജീവിത ഭാഗധേയത്തിനെ തുടർന്നുകൊണ്ട് അവന് വന്നു ചേരാനിരിക്കുന്ന ഭാഗ്യ സൗഭാഗ്യങ്ങളുടെയും ഭാഗ്യ ദൗർഭാഗ്യങ്ങളുടെയും ഒക്കെ വിവരണം അല്ലെങ്കിൽ അവസ്ഥ എന്ന് അല്ലാഹു വ്യക്തമാക്കുകയാണ്. സാഹിറുകള് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് അവര് ഈ സത്യമാർഗം സ്വീകരിച്ചിരിക്കുന്നത് എന്തിന്റെ പേരിലാണ് എന്നത് വെളിപ്പെടുത്തുകയുണ്ടായത്. തങ്ങളുടെ ഖതീഅത്തുകള് അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്നതും ഫിറഔൻ നിർബന്ധിച്ചത് കാരണമായിട്ട് അവര് ചെയ്യേണ്ടി വന്ന ആഭിചാരക്രിയകൾ, അതിന്റെ പേരിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്നും പ്രതീക്ഷയുള്ളവരായിക്കൊണ്ടാണ് അവർ നിലകൊള്ളുന്നത്. എന്നാൽ പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഏറ്റവും ഉത്തമനായ, എന്നും നിലനിൽക്കുന്ന, സർവോത്കൃഷ്ടനായത് അള്ളാഹുവാണ് എന്ന പ്രതീക്ഷയാണ് അവരവിടെ രേഖപ്പെടുത്തുന്നത്. അതിനെ തുടർന്ന് അവരെ കാത്തിരിക്കുന്ന സ്വർഗങ്ങള്, സ്വർഗീയ ആരാമങ്ങള് എങ്ങനെയുള്ളതാണ് എന്നതാണ് അള്ളാഹു തുടർന്ന് വിവരിക്കുന്നത്. ആ മാർഗം സ്വീകരിക്കാതെ നിഷേധികളായി കഴിഞ്ഞ കുറ്റവാളികളായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കല് തിരികെ എത്തുന്ന ആളുകൾ നേരിടാൻ പോകുന്നത് എന്ത് ഭവിഷ്യത്താണ് എന്ന കാര്യവും ഇവിടെ വിവരിക്കപ്പെടുകയാണ്. ആ സാഹിറുകളുടെ സംസാരത്തിന്റെ ആ ഒഴുക്ക് ഒരു ഭംഗവും വരാതെയാണ് അതില് സംസാരിക്കുന്ന ആളുടെ ഐഡന്റിറ്റി മാറുന്നത് നമ്മൾ കാണുന്നത്. സാഹിറുകളുടെ വാക്കുകളുടെ തുടർച്ചയായിട്ട് അള്ളാഹുവിന്റെ വാക്കുകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇവിടെ വിശുദ്ധ ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു നിസ്തുലമായ ശൈലിയാണ് ഇവിടെ നമുക്ക് വീണ്ടും കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് തോഹയിലെ 72 മുതൽ 76 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.